നമസ്കാരം, അഡ്വക്കേറ്റ് അഭിജിത്ത് വിജയൻ. സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യത്തിനായി ഏറ്റവും മുൻപന്തിയിൽ തിരഞ്ഞെടുക്കുന്ന മാർഗം ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷക്കാർ നിങ്ങളോട് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമല്ല. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുകയോ ചെയ്യുക. കാരണം ഒരു ഓട്ടോറിക്ഷയിൽ നിങ്ങൾ യാത്ര ചെയ്യാനായി കയറി നിങ്ങൾ 1.5 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കുന്നുള്ളെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാരൻ നിങ്ങൾ ഈടാക്കേണ്ടത് വെറും 30 രൂപയാണ്. അടുത്ത ഓരോ കിലോമീറ്ററും നിങ്ങൾ ഈടാക്കേണ്ടത് 15 രൂപ വെച്ച്. അപ്പോൾ ഒരു വ്യക്തിക്ക് 2.5 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ നിങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടത് വെറും 45 രൂപ. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളെങ്കിൽ വെറും 30 രൂപ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി വെയിറ്റിംഗ് ചാർജ് ആണെങ്കിൽ 10-15 മിനിറ്റത്തേക്ക് വെറും 10 രൂപ മാത്രം ഈടാക്കുക. ഇനി ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ 50% താരിഫ് കൂടുതലായി ഈടാക്കാം. അതുകൂടാതെ രാത്രി കാലഘട്ടങ്ങളിൽ ഇതേപോലെ 50% ഈടാക്കാം. ഇതാണോ നിങ്ങളെ ഓട്ടോറിക്ഷക്കാർ നിങ്ങളുടെ ഏരിയയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഓട്ടോക്കാരെല്ലാം നിങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഈ റേറ്റ് ആണോ? ആവാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒരു ഓട്ടോയിൽ നിങ്ങൾ കയറി നോക്കൂ. ഈ റേറ്റ് എത്ര പേര് വാങ്ങിക്കുന്നുണ്ട്? ഇല്ല. നിയമമുണ്ട്, നടപ്പിലാക്കാൻ ആളുകളുണ്ട്. പക്ഷേ സാധാരണക്കാരന്റെ പോക്കറ്റ് കുത്തിപ്പിടിയിൽ ഓട്ടോക്കാരന്മാർക്ക് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്.